ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കിംഗ് ഒന്നും വേണ്ടാതെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സദ്യ സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണേ. ഇനി നമുക്ക് ഈ ഇഞ്ചിയെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു പണി മാത്രമേ നമുക്കിതിലുള്ളൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണേ. ഇനി ഇതിലേക്കൊരു 4 കാന്താരി മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളെ കയ്യിൽ സാധാ മുളകേ ഉള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് 2 തണ്ട് കറിവേപ്പിലയാണ്, അതുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞ് മൺചട്ടി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള നല്ല കട്ട തൈരാണേ. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ഇഞ്ചി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മുങ്ങി നല്ലതുപോലെ കിടക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ എനിക്ക് കുറച്ച് തൈര് കുറവായിട്ട് തോന്നി, ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഞ്ചി തൈര് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.